നമസ്കാരം. മുംബൈയിലാണ് ഉള്ളത്. മുംബൈയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് മഹാരാഷ്ട്രയിലെ മറ്റൊരു സ്ഥലമായ സോളാപൂരിലേക്ക് പോവുകയാണ്. മുംബൈ CSMT റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാത്രിക്ക് 10:40 സിദ്ധേശ്വർ എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. നമ്മുടെ വണ്ടി പുറപ്പെടാൻ ഇനി ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത സമയമുണ്ട്. സമയം കൃത്യം പറയുവാണെങ്കിൽ ഒരു 6:30 നേരെ നല്ല രീതിയിൽ തന്നെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കണം. ഇവിടെ തന്നെ നമ്മുടെ ഛത്രപതി ശിവജി ടെർമിനൽസിൻ്റെ ഇവിടെ തന്നെ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മലയാളി നടത്തുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം. അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. CSMT റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ നല്ല തിരക്കാണ്. ഡബിൾ ഡെക്കറൊക്കെ അതാ വെയിറ്റിങ്ങിലാണ്. അവിടെ ഒരെണ്ണം ഇറങ്ങിപ്പോയി, ഒരെണ്ണം കയറി വരുന്നു, ഒരെണ്ണം അതാ അവിടെ. അതുപോലെ തന്നെ ഇവിടെയും ഒരു പഴയ ബസ് ഉണ്ട് കേട്ടോ. നമുക്കിനി പോകാനുള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ്. നമുക്ക് സെൽഫി പോയിന്റിലേക്കൊക്കെ പോന്നിട്ട് നമ്മുടെ CSMT റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു രാത്രിക്കത്തെ ലൈറ്റിംഗ് ഒക്കെ എടുക്കണം. എന്തൊരു തിരക്കല്ലേ ഈ ഒരു സമയത്ത് ഇവിടെ. നോക്കിയേ തിരക്കത ജനസാഗരമാണ് ഇവിടെ. CSMT റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നേരെ ഈ ഒരു വഴി ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഈ സൈഡിൽ കാണുന്ന ടാക്സികളൊക്കെ ഇല്ലേ ഇപ്പോഴും ഗേറ്റ് വേ അതായത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. ഈ രാത്രിക്കും ഏത് സമയത്തും, അതായത് നിങ്ങൾ രാവിലെയൊക്കെ വരുവാണെങ്കിൽ, രാവിലെ സമയത്ത് ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് ട്രെയിൻ ഇവിടെ തന്നെ ഇറങ്ങി ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഷെയർ വണ്ടിയോ അല്ലോ ബസ്സിനോ എങ്ങനെ വേണമെങ്കിലും പോവാം. ഒരു ഡബിൾ ഡെക്കർ വരുന്നുണ്ടല്ലോ. ഇതേ ഒരു ഡബിൾ ഡെക്കർ. അതൊന്ന് പോയി. ഇവിടെയാണ് ആ റെസ്റ്റോറൻറ്റ് ഉള്ളത്, പബ്ലിക് റെസ്റ്റോറൻറ്റ്. ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് അതോട്ട് കയറി എന്താ വെച്ചാൽ കഴിക്കാം. ഞങ്ങളിവിടെ അകത്തൊക്കെ കയറി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒരു ചിക്കൻ ഫ്രൈ മസാല ടൈപ്പാണ് പറഞ്ഞു കേട്ടോ. ഇവിടെ ഉണ്ട്. ഇതാണ് പബ്ലിക് റെസ്റ്റോറൻറ്റ്. വെജും നോൺ വെജും എല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങൾ കൂടുതൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ കഴിക്കാറല്ലേ? അല്ല, ഇവിടെ നമ്മുടെ കേരള ടൈപ്പ് ഫുഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിലെ ഏറ്റവും കൂടുതൽ രുചികരം. തീർച്ചയായും രുചിയാണല്ലോ നോക്കുന്നത്. പറഞ്ഞ ഭക്ഷണം ഇവിടെ എത്തിയിരിക്കുകയാണ്. പൊറോട്ട, ചിക്കൻ, ഒരു ഫ്രൈ മസാല, കുറച്ചൊരു ചാറുകറിയായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അത് കുറച്ചായിട്ട് എടുത്തോ മതി. അതുപോലെ ഉള്ളിയും ഉണ്ട്. അപ്പം മെല്ലെ കഴിക്കാം. നല്ല അടിപൊളി പൊറോട്ടയാണ് ഇവിടുത്തെ കേട്ടോ. നമ്മുടെ കണ്ടതാ ഇപ്പം പൊറോട്ടയും ചിക്കനും ആയിട്ട് ഒരു പിടി പിടിക്കാം അല്ലേ? അല്ല, ഇവിടെ എന്താ പൊറോട്ടക്ക് നമുക്ക് ബീഫ് ഫ്രൈയും അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെയാണ് കോമ്പിനേഷൻ. അങ്ങനെന്താ ചിക്കൻ തന്നെ സെറ്റ് ചെയ്യാൻ. അതെ. വീട്ടിലെത്തിയതിനു ശേഷം നാട്ടിലെത്തിയ ശേഷം ബീഫെല്ലാം ട്രൈ ചെയ്യാം അല്ലേ? ഭക്ഷണം കഴിച്ചു ഹോട്ടലിൻ്റെ അവിടെ നിന്നൊക്കെ ഇപ്പോൾ CST റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് രാത്രിയിലത്തെ CSMT റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച. നല്ല ലൈറ്റിംഗ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് നിൽക്കൊന്നും വേണ്ട. അവിടെ സെൽഫി പോയിന്റ് ഉണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് എന്നാൽ നടന്നിട്ട് പോവാം. ഇപ്പോൾ ട്രാഫിക്കാണ്. സമയം ഇപ്പോൾ കറക്റ്റ് 7:15. അവിടെ ഒരു വലിയൊരു ക്ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രാഫിക് ജസ്റ്റ് ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. എന്തൊരു ഭംഗിയാണ് നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഫോട്ടോ പോയിന്റ് ഇതാ അവിടെയാണ്. അതിന് നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടെ വണ്ടികളുണ്ട്. അയ്യോ ഇപ്പോൾ ഇല്ല, വേഗം പോവാം. ഇപ്പം തുറക്കും. ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെട്ടിതാ ഇവിടെ എത്തി. ഇതാണ് ഫോട്ടോ പോയിന്റ്. ഇവിടെ ഇനിയിപ്പോൾ ഒരു നല്ല സ്പേസ് നോക്കണം. നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ മൊത്തം ആൾക്കാരല്ലേ. അതിൻ്റെ ഇവിടെ തന്നെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതാ അടിപൊളി. ഇവിടെ സ്ഥലമുണ്ട് ഫ്രണ്ടിൽ. ഈ ഒരു സ്ഥലത്ത് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ചിത്രവും ഫോട്ടോയും അതുപോലെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാം. വിക്ടോറിയ ടെർമിനസ് എന്നാണ് നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ് എന്ന് റീനെയിം ചെയ്യുകയുണ്ടായി. അതെ. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ തന്നെ വളരെ പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനുകൾ ഒന്നാണ്. അതുകൊണ്ട് തന്നെ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. സമയം 7:25. ഇനിയിപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അതായത് നമ്മളിവിടെ CST റെയിൽവേ സ്റ്റേഷൻ്റെ സ്ലീപ്പിംഗ് ബോർഡിലാണ് താമസിക്കുന്നത്. ഇതിനു മുന്നേ തന്നെ ഈ ഒരു ബോർഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടെ കാണാം. ഇവിടെ മൊത്തം ഷോപ്പിൻ്റെ ഏരിയ ആണ്. കാരണം ഷൂവും ഡ്രസ്സും എല്ലാം ഇവിടെ കിട്ടും. നല്ല തിരക്കാണ്. നമുക്കിനിപ്പോൾ ഇതുവഴിയാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് 1 മുതൽ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും കയറേണ്ട വഴി തന്നെയാണ്. അവിടെ വലുതായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്.
നേരെ ഇതുവഴി നേരെ കയറി പോവാം. നമ്മുടെ പോടും വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. തിരക്ക് നമ്മൾ വിചാരിക്കുന്ന കഴിയുന്നതിന് അപ്പുറമാണല്ലോ മനു. ഇവിടെ രാവിലെയും ഈ സമയത്ത് എല്ലാ സമയത്തും ഒരേ തിരക്ക് തന്നെയാണ്. സ്ലീപ്പിംഗ് ബോർഡ് ഉള്ളത് ഇവിടെയാണ്, കണ്ടില്ലേ, നമ സ്ലീപ്പിംഗ് ബോർഡ്സ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എന്നാലിനിപ്പോൾ നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇത് മുഴുവനും പോഡ്സാണ്. നമ്മുടെ പോഡ് വരുന്നത് 1, എൻ്റെ ഇത് 21, പിന്നെ നവീൻ്റെ വരുന്നത് 23. ഇത് രണ്ടുമാണ്. ഇത് സിംഗിളാണ് കേട്ടോ. നമ്മൾ അന്ന് എടുത്തത് സിംഗിൾ അല്ല, ഡബിൾ ആണല്ലേ. ഡബിൾ പോഡാണ് എടുത്തത്. ഞാൻ നോക്കുന്നത് കീ സംഭവത്തിന്റെ ഇടയിൽ പെട്ടോണ്ട. അപ്പൊ നമ്മള് ലഗേജ് ഒക്കെ വേണമെന്നുണ്ടല്ലോ. ഇതിന് ഇതായത് ഡോറൊന്നുമില്ല. ഇതിന് ഇങ്ങനെ ഒരു ഇതാ ഉള്ളത്, ഈ ഒരു സാധനം അവിടെ വലിച്ച് മേലോട്ടാക്കേണ്ട ഒരു സാധനമുണ്ട്. അതിന് പുറമേ തന്നെ ഇവിടെ ഇതിപ്പോൾ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെക്കേണ്ടത്. ഈ ഒരു പോഡിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഡോറിന് ഒരു ഇതുണ്ടാവുക. ഇതുണ്ടല്ലോ, ഇത് പിടിച്ചിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ താഴോട്ടാക്കും. ഇത് പിടിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേണ്ട മേലോട്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ഫോണുണ്ട്, പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. AC ആണ്, AC വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സിംഗിൾ ബെഡാണല്ലോ ഇതിൻ്റെ. 21 എന്നുള്ളൊരു നമ്മുടെ കീ, പിന്നെ ഒരു പില്ലോ ഉണ്ട്, പിന്നെ എൻ്റെ ബാഗ് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഗ്ലാസ്, ഇത് പ്ലാസ്റ്റിക്കാണ്. അത് നമുക്ക് പുറത്തേക്ക് വലിയ രീതിയിൽ വിസിബിൾ ഒന്നും അല്ല. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണൂല. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു കമ്പിളി ഉണ്ട്. കാരണം നല്ല തണുപ്പല്ലേ രാത്രിക്ക് ഉണ്ടാവുക. ഇനിയിപ്പം ഒരു മണിക്കൂർ നേരം ഇവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മണിയാകുമ്പം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാം. കാരണം ഇവിടുന്ന് ഇപ്പം നേരെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയേ വേണ്ടു. നമുക്കിനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. മാത്രമല്ല 10:40 ആണല്ലോ വണ്ടി. കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് മെല്ലെ ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്. ഇത് ഹാജി അലി ദർഗ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ താജ് ഹോട്ടൽ, അങ്ങനെ ഒരുപാടുണ്ട്. ഒരുപാട് ചിത്രമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജി ചർക്ക നെയ്യുന്ന ഒരിതുണ്ട്. ഇനിയിപ്പോൾ ഇതുവഴി നേരെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. പ്ലാറ്റ്ഫോം എത്രയാണെന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് സ്ക്രീനിൽ നോക്കാം. 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ സിദ്ധേശ്വർ എക്സ്പ്രസ് വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ട്രെയിൻ നമ്പർ 121-15. അതാണ് മുംബൈ സോളാപൂർ. ഇതന്നെ ഉദ്യാന എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഇതിന്റെ ജനറൽ ക്ലാസ് ഒക്കെ ഇപ്പോഴേ ഫുള്ളായി, 9:56 ആകുമ്പോഴേ. ഇതൊക്കെ ഇവിടെ ഇതിന്റെ സ്ലീപ്പർ 121-15 സിദ്ധേശ്വർ ആൻഡ് ഉദ്യാൻ എക്സ്പ്രസ്. ഞങ്ങൾ ഇന്ന് മുംബൈയിൽ സോളാപൂരിലേക്ക് സിദ്ധേശ്വർ എക്സ്പ്രസിന് യാത്ര ചെയ്യുന്ന കോച്ച് 3rd AC എക്കണോമിയാണ്, അതായത് M1 കോച്ച്. ഞങ്ങൾ കുറേ ദിവസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ എന്താ പറയുക, കൺഫേം ആവോ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. ഇന്നൊരു ഉച്ചക്കാന്ന് കൺഫേം ആയത്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ട്രെയിനിൽ കയറി പറയാം അല്ലേ. RAC ഉണ്ടായത് തന്നെയാണ്, RAC തന്നെയാണ് ഉണ്ടായത്. അതിപ്പോ ചാർട്ട് പ്രിപ്പയർഡ് ആകുമ്പോൾ 2 സീറ്റുകൾ കിട്ടി. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ച് M1, 3rd AC എക്കണോമിയിൽ M1. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറാം. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയോ? സ്ലൈഡിങ് ഇവിടെ നിന്നല്ല നമ്മുടെ ബെർത്ത് വരുന്നത്. നമ്മുടെ ബെർത്ത് എഴുപത്തൊന്ന് 72. ഈ ഒരു സൈഡ് അപ്പറും ഈ ഒരു സൈഡ് ലോവറും. നന്നായല്ലേ? അല്ല അല്ലാതെ ഇത് നമ്മള് പ്രിഫറൻസ് കൊടുത്താൽ കിട്ടൂലല്ലോ. കിട്ടുന്നത് മിഡിലായിരിക്കും. ഇങ്ങനെയൊക്കെ എന്താ പറയാ, നമ്മുടെ വെയിറ്റ് ലിസ്റ്റിലോ അല്ലെങ്കിൽ RACയിലോ കിടപ്പുണ്ടായിട്ട് ചാർട്ട് പ്രിപ്പയർഡ് ആകുമ്പോൾ കൺഫേം ആവണം. അന്നേരം ചില സമയത്ത് ഇതൊക്കെ കിട്ടും. ഇനി ഈ ഒരു 3rd AC എക്കണോമിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സൈഡ് അപ്പറിന്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ റീഡിങ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. മൊബൈൽ ഹോൾഡർ, അതായത് നമുക്ക് ചാർജ് ചെയ്തിട്ട് ഇവിടെ മൊബൈൽ വെക്കാൻ പറ്റും. അടിപൊളിയാണ്. ഇവിടെ പില്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ ഓവറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും ചാർജിങ് സോക്കറ്റ്, റീഡിങ് ലൈറ്റ്, അതുപോലെ തന്നെ കർട്ടന്. അടിപൊളി, നല്ല ബെഡാണ് ഇത് കേട്ടോ. കിടന്നുറങ്ങാൻ നല്ല കുഷ്യനിങ് ഉണ്ട്. നമ്മുടെ നോർമലി ബെർത്തിനെ പോലെ അല്ല. പിന്നെ ഇനി നേരെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ വലിയൊരു മിറർ ഉണ്ട്.
ചാർജിങ് സോക്കറ്റിൻ്റെ ആ USB-ൻ്റെ അത് അവിടെ ഉണ്ട്. ഇവിടെ വാട്ടർ ബോട്ടിൽ മിഡിലിൻ്റെ ഇവിടെ വാട്ടർ ബോട്ടിൽ ഹോൾഡറിൻ്റെ ഇത് കണ്ടാ വെക്കാനുള്ള ഈ സംവിധാനം ഉണ്ട്. ഇവിടെ ചാർജിൻ്റെ ഇത് ഇവിടെ കുത്തിയിട്ട് ഫോൺ ഇവിടെ വെക്കേണ്ട സംവിധാനം ഉണ്ട്. ഇനിയിപ്പോൾ മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും ഉണ്ട് ചാർജിങ് സോക്കറ്റ്. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ചാർജൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് AC-ൻ്റെ വെൻ്റാണോ? അതെ, ഇത് ഇതിൽ നിന്ന് കൂളിംഗ് ഉണ്ട്. ഇത് AC-ൻ്റെ വെൻ്റാണ് മിഡിൽ ബെർത്തിൽ കിടക്കുന്നവർക്ക്. ഇതൊക്കെ തേർഡ് AC എക്കണോമിൻ്റെ ഒരു ഫീച്ചറാണ് കേട്ടോ. നല്ല കൂളിംഗ് ഉണ്ട് ഇതിൽ നിന്ന്. പിന്നെ നോർമലി മെയിൻ ഒരു AC വെൻ്റ് ഇവിടെ ഉണ്ട്. പിന്നെ നല്ല ലൈറ്റിംഗ് ആണ്. പിന്നെ ഇതൊക്കെ അടിപൊളി ഓക്കെ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മുംബൈയിൽ നിന്ന് നമുക്ക് സോളാപൂർ വരെ ഈ ഒരു സിദ്ധേശ്വർ എക്സ്പ്രസിന് തേർഡ് AC എക്കണോമിയിൽ വരുന്ന ഫെയർ എത്രയാ? 730 രൂപയാണ്. അതുപോലെ തന്നെ ഈ തേർഡ് AC എക്കണോമിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ, അത് വേറൊന്നും കൂടുതലല്ല. ഈ പറഞ്ഞ ഈ ബെർത്തിന്റെ ഒക്കെ ഒരു കളർ ഇല്ലേ, ഈ നോർമലി ബെർത്തിനെ കാട്ടിയും കുറച്ച് വീതി കുറവുണ്ട് ഇതിന്റെ ബെർത്തിന്. അതായത് ഈ ഒരു കളർ കോമ്പിനേഷൻ കാരണം മൊത്തം ഒരു വെറൈറ്റി ഒരു കളറാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ മേളിലോട്ടൊക്കെ അപ്പർ ബെർത്തിലേക്കൊക്കെ ചവിട്ടി കയറേണ്ട ആ ഒരു സ്റ്റെപ്പ് ഇല്ലേ, അതൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആണ്. പിന്നെ സൈഡിൽ ഓവറിന്റെ ഇത് നോക്കിയേ അല്ലേ. പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു ഭാഗത്തെ വീതി കുറവാണ്. നമ്മൾ എന്താ പറയുക ലോങ് യാത്രക്ക് പോകുന്ന സമയത്ത് നമ്മളിപ്പോ ഇതില് നമ്മുടെ പാൻട്രിയിലത്തെ ജീവനക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ പോട്ടെ യാത്രക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗൊക്കെ ആക്കിട്ട് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ എന്താ പറയാ കൺജസ്റ്റഡ് ആയിട്ട് തോന്നും ചില സമയത്ത്. അത് ലോങ് യാത്രക്ക് ശരിക്കും മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മള് അപ്പർ ബെർത്തിന്റെ മേളില് നമ്മുടെ ഇപ്പൊ എനിക്ക് മനുവിന് ഓരോരോ ബാഗുകൾ ഉണ്ടല്ലോ, അത് തലേന്റെ അവിടെ എന്താ പറയാ തലേണന്റെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ആക്കിയിട്ടാണല്ലോ നമ്മൾ കിടക്കുന്നത്. അത് വെച്ച് കിടക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ചിലപ്പോ അതാണ് മെയിൻ റീസൺ, തലമുട്ടും. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ തേർഡ് AC എക്കണോമിയും തമ്മിൽ എന്താ ചെറിയൊരു എന്താ പറയാ 50 രൂപയോ അല്ലെങ്കിൽ 100 രൂപയുടെ ഒക്കെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 2 ആഴ്ച മുന്നെയാണ്. RIC 9-10 ഉണ്ടാകുന്ന സമയത്താണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് തന്നെ കൺഫേം ആവുന്നത്, പക്ഷെ കൺഫേം ആയിട്ടില്ല. അനങ്ങിയിട്ടേ ഇല്ല അവിടുന്ന്. കാരണം എന്ന് വെച്ചാൽ അനങ്ങാത്ത വേറൊന്നും കൊണ്ടല്ല, ഈ മുംബൈയിൽ നിന്ന് സോളാപൂർ ഇത് രണ്ടും എന്താ പറയാ മഹാരാഷ്ട്രയിലത്തെ ഒരു സ്ഥലത്തുനിന്ന്, അതായത് തലസ്ഥാനത്ത് നിന്ന് വേറൊരു പ്രദേശത്ത് കാണാമല്ലോ. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂര് അല്ലെങ്കിൽ കാസർഗോഡ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഭയങ്കര തിരക്ക്, പൂനെ വഴിയൊക്കെ പോകുന്നതുകൊണ്ട് നല്ല തിരക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് RIC തന്നെ അങ്ങനെ നിന്ന് പോകുന്ന വിചാരിച്ചത്. അതായത് കൺഫേം ആകുമ്പോൾ RIC തന്നെ ആയിരിക്കും വിചാരിച്ചത്. പക്ഷെ അവസാന സമയങ്ങളിൽ പെട്ടെന്ന് എന്താ പറയാ ബെർത്ത് കിട്ടി. ഞങ്ങൾ പ്രിഫറൻസ് 2 അപ്പർ ബെർത്താണ് കൊടുത്തത്. കിട്ടിയത് അന്നേരം ഒരു സൈഡ് ഓവറും സൈഡ് അപ്പർ, കുഴപ്പമില്ല നമ്മള് അല്ല മെനു മതി, അത് ധാരാളം തന്നെയാണ്. പിന്നെ ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ടേബിളൊക്കെ ഉണ്ട്. അപ്പം അല്ല ഇപ്പൊ ഇനിയിപ്പം ഈ രാത്രി എന്താ പറയാ ആരും ഇതില് ഭക്ഷണമൊന്നും വന്ന് കഴിക്കൊന്നുമില്ല, കാരണം എല്ലാവരും കഴിച്ചിട്ടേ വരില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ടല്ലോ ഉദ്യാന എക്സ്പ്രസ് ആയിട്ട്, അതായത് മുംബൈയിൽ നിന്ന് KSR ബംഗളൂരിലേക്ക് പോകുന്ന ഉദ്യാന എക്സ്പ്രസ്. അത് രാവിലെ ഇവിടുന്ന് ഒരു 8-10 ആ സമയത്താണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇന്നലെ അതായത് ഇപ്പൊ ഇന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് പറയുകയാണെങ്കിൽ റേക്ക് ഷെയറിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇന്നലെ വൈകിട്ട് KSR ബംഗളൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പൊ വൈകിട്ട് ഇവിടെ എത്തിയതേ ഉള്ളൂ. ഒരു 6 മണി ഒരു 7 മണി ആ ഒരു സമയത്താകുമ്പോഴത്തേക്കും ഇവിടെ മുംബൈ CST എത്തി. അതിനുശേഷം ഇവിടുന്ന് ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അപ്പൊ തന്നെ ഈ പറഞ്ഞ രാത്രി 10 മണിക്ക് തന്നെ തിരിച്ചത് സോളാപൂരിലേക്ക് നമ്മുടെ സിദ്ധേശ്വർ എക്സ്പ്രസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ സോളാപൂരിൽ നിന്ന് നമ്മുടെ CSTയിലേക്കും സിദ്ധേശ്വർ എക്സ്പ്രസ് വരുന്നുണ്ടല്ലോ, സെയിം ടൈം തന്നെയാണ്. 10:30 അവിടെ നിന്ന് പുറപ്പെടുന്നത്. രാവിലെ ആകുമ്പോൾ ഇവിടെ എത്തും. രാവിലെ ഒരു 6 മണി ആ ഒരു സമയത്ത് 6:30 സമയത്ത് ഇവിടെ എത്തും. 8 മണി ആ സമയത്തല്ല അവന് തിരിച്ച് KSR ബംഗളൂരിൽ പോകുന്നത്. അതെ 8-10 ആ ഒരു ടൈമിലാകുമ്പോഴാണ് പോകുന്നത്. നമ്മളെ ഇനി പൂനെ നമ്മുടെ ബോർഗട്ട് വഴി ജനറൽ യാത്ര ചെയ്തിട്ടില്ലേ? അതെ. ഇനി തേർഡ് ACയിലേക്ക് വരുവാണെങ്കിൽ തേർഡ് AC എക്കണോമിയും തേർഡ് AC തമ്മിലെ വ്യത്യാസം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അവിടെ നിന്നും റീഡിങ് ലൈറ്റ്സോ ഒന്നുമില്ല. പിന്നെ ചാർജിങ് സോക്കറ്റ് ഇവിടെയാണ് 2 എണ്ണം വരുന്നത്, കണ്ടതാ. ഇവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഉണ്ട്. അത് ഉണ്ട് കേട്ടോ. ഇത് എല്ലാ കോച്ചിനൊന്നും ഉണ്ടാവില്ല, ചില കോച്ചിന് മാത്രം ഉണ്ടാവും. പിന്നെ അറിയാലോ, പിന്നെ മിഡിൽ നിന്ന് അവിടെ AC വെന്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ വീതി അതെല്ലാം സെയിം തന്നെ അല്ലേ ഏകദേശം. ചില ട്രെയിനുകളിൽ വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇത് നല്ല ഉണ്ട് കേട്ടോ, നേരത്തെ കാട്ടി നല്ല രീതി ഉണ്ട് ഇതിന്. ഇനിയിപ്പം ഇത് നല്ലോണം ഉണ്ട്. അതിന് മാത്രമേ പ്രശ്നമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു പൈസ നേരത്തെ പറഞ്ഞ പോലെ ചില വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയൊരു 50-100 രൂപ വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് AC കൂടെ ഒന്ന് കണ്ടിട്ടില്ല. തേർഡ് AC ഉണ്ടല്ലോ, ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ACയും കൂടെ ഒന്ന് ജസ്റ്റ് കാണാം. സെക്കൻഡ് AC കയറി നിന്നാടും ഇതൊരു കൂപ്പേ ഭാഗം 2 പേർക്ക് മാത്രം. ഇതൊക്കെ കിട്ടിയ അടിപൊളിയാണ് കേട്ടോ, വേറെ ആരും ശല്യമൊന്നും ഉണ്ടാവില്ല ഇവിടെ. അതുപോലെ ഇതിന്റെ ഒരു ക്യാബിൻ ടൈപ്പ് ഭാഗത്തേക്ക് വന്നാൽ എല്ലായിടത്തും ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഇപ്പൊ ഇതിന്റെ കാര്യം പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. അപ്പൊ അത്യാവശ്യം കണ്ടു. ഇനി നമുക്ക് ലോക്കോ കൂടെ ഒന്ന് കാണാം. കംപ്ലീറ്റ് ആയല്ലോ. തീർച്ചയായും നേരെ അങ്ങോട്ട് പോവാം. മഡ്ഗാവിന്ന് CST വരുന്ന മണ്ടോവി എക്സ്പ്രസ് ഇതിവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതന്നെയാണ് ഇനിയിപ്പോൾ തിരിച്ചിട്ട് CSTന്ന് മഡ്ഗാവിലേക്ക് കൊങ്കങ്കന്നായിട്ട് പോവാ 11 മണിക്ക്. ഈ അരമണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്തിട്ടാണ് വേറൊരു ട്രെയിനായിട്ട് ഇത് പോകുന്നത്. റേക്ക് ഷെയറിംഗ് ഉണ്ടല്ലോ, എത്രത്തോളം വൃത്തിയൊക്കെ ഉണ്ടാവുമെന്ന് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എന്നാലും കൊങ്കൺ റെയിൽവേന്റെ വണ്ടികളൊക്കെ അടിപൊളി വണ്ടിയാണ്. മാണ്ഡവി എക്സ്പ്രസ് ഇതിന്റെ ജനറേറ്റർ കാർ ഓണാ. ഇതാ എന്ത് നല്ല പുക. KR കൊങ്കൺ റെയിൽവേ. ഇപ്പൊ സമയം 10:40 കഴിഞ്ഞു. എന്നിട്ടും ഇവിടെ നമ്മുടെ ഇവിടെ ലോക്കോമോട്ടീവിന്റെ അറ്റാച്ചോ കപ്പിളോ ഒന്നും വന്നിട്ടില്ല. വണ്ടി ഡിലേ ആയി. 17-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. സമയം ഒരുപാടായി. ഇപ്പൊ 10:45 എന്നിട്ട് ഇവിടെ ലോക്കോ വന്നിട്ടില്ല. ഇതേ പട്ടി ഓട് നോക്കരുതാ. ഓടൊന്നും ഇല്ലല്ലോ ഇതില്. പട്ന. ഓ പട്ന വണ്ടി. മുംബൈ പട്ന. ഓ പട്നയിൽ നിന്ന് വരുന്ന വണ്ടി ഇത്. 10:50 അറ്റാച്ച് ചെയ്യാനുള്ള ലോക്കോമോട്ടീവ് വരുന്നത്. WDP 4D ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. സോളാപൂർ വരെ ഈ ഒരു ലോക്കോമോട്ടീവ് തന്നെ ആയിരിക്കും. വേറെ മാറാനൊന്നുമില്ല. ട്രെയിൻ എന്തായാലും ഇനിയും ലേറ്റ് ആവും. കാരണം ഇത് അറ്റാച്ച് ചെയ്തപാടെ വണ്ടി പോവില്ല. കല്യാണ്ടാണ് ഡീസൽ ലോക്കോമോട്ടീവ് ഷെഡ്. കപ്പിളായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ അടുത്തോട്ട് പോവാം. സമയം ഇപ്പോൾ 11:15 കഴിഞ്ഞു. വണ്ടി എടുത്തിട്ടേ ഇല്ല. അതുപോലെ തന്നെ പൈപ്പിൽ ഒറ്റത്തുള്ളി വെള്ളമില്ല. വേണ്ട വെള്ളമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ടോയ്ലറ്റാണ്. ട്രെയിനിന്റെ ടോയ്ലറ്റാണ് സംഭവം. നമ്മുടെ ഈ പുതപ്പ് സംവിധാനങ്ങൾ കമ്പിളിയൊക്കെ ചാക്കായി വെച്ചിട്ടുണ്ട്. എല്ലാം അതിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കെട്ടുകളുണ്ട്. 10:40 മുംബൈ CSTന്ന് പുറപ്പെട്ട വണ്ടി 11:30 ഇപ്പോൾ പുറപ്പെട്ടത്. ഡിലേ ആണ്. എന്താകാം ഡിലേ വരാനുള്ള കാരണം? ഇപ്പോൾ CSMT റെയിൽവേ സ്റ്റേഷനോട് വിടാം. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് മുംബൈ. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ദാദറാണ്. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. മുംബൈ CSMT. മുംബൈ സബർബണൊക്കെ 24 മണിക്കൂറുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും സബർബണിൽ യാത്ര ചെയ്യാം. പക്ഷെ രാത്രിക്കൊക്കെ ഈ പറഞ്ഞ പോലെ 10 മണി 11 മണിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കുറവായിരിക്കും. നമ്മൾ വിചാരിച്ച പോലത്തെ പകൽ സമയം പോലെ 5 മിനിറ്റ് ഒന്നും കിട്ടുമൊന്നുമില്ല. പക്ഷെ എന്തായാലും വണ്ടി ഉണ്ടാവും. ഇത് മസ്ജിദ് റെയിൽവേ സ്റ്റേഷൻ.
നവി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഇനിയിപ്പോൾ രാത്രിക്ക് ഉണ്ടെങ്കിൽ തന്നെ തിരക്കും വളരെയധികം കുറവായിരിക്കും. രാവിലെയും വൈകിട്ടൊക്കെയാണ് നല്ല റഷ് ഉണ്ടാവുക ലോക്കൽ ട്രെയിനിൽ. ഇപ്പോൾ ഒന്നും തിരക്കേ ഉണ്ടാവില്ല. അതാ തിരക്ക് വരാൻ കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഈ ജോലിക്കാരൊക്കെ അതെ അതെ ജോലിക്ക് പോകാൻ രാവിലെ ജോലിക്ക് പോകുന്ന തിരക്ക്, തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ആ തിരക്ക് രണ്ടും ഉണ്ട്. ദാദറൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ട്രെയിൻ സിദ്ധേശ്വര എന്നുള്ളൊരു പേര് അതെങ്ങനെ കിട്ടിയെന്ന് അറിയാം. ഈ സിദ്ധേശ്വർ അതായത് അദ്ദേഹം ഒരു കന്നഡ കവിയാണ്. അത് പറയുന്നതിന് മുന്നെയാണ് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ട്രെയിനുകൾക്ക് പേര് കിട്ടുന്നത് ഓരോരോ വ്യക്തികളുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു സംസ്കാരമായി ബന്ധപ്പെട്ട് നദികൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ട്രെയിനിന് പേര് കിട്ടിയത് ആ വ്യക്തിയുടെ പേര് തന്നെ സിദ്ധേശ്വർ, സിദ്ധരാമേശ്വരം എന്നും അങ്ങനെയും അദ്ദേഹത്തെ പറയാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കന്നഡ കവിയാണ്. 12-ാം നൂറ്റാണ്ടിൽ ആ സമയത്ത് ഈ മഹാരാഷ്ട്രയും കർണാടകയും അങ്ങനെ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ വേർതിരിവൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പം അദ്ദേഹം കന്നഡ കവിയെന്ന് പറഞ്ഞു. പക്ഷെ ജനിച്ചത് സോളാപ്പൂരിൽ, ഇന്നത്തെ മഹാരാഷ്ട്രയിൽ. അപ്പം ആ സോളാപ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഇതായതുകൊണ്ടും അദ്ദേഹം ജനിച്ചതുകൊണ്ടും ഈ ട്രെയിന് ആ ഒരു പേര് കിട്ടി. അതുപോലെ ഈ മുംബൈ സോളാപൂർ ട്രെയിൻ ആദ്യമായിട്ട് ഓടാൻ തുടങ്ങിയ വർഷം 1985. അതുപോലെ തന്നെ ഈ സിദ്ധേശ്വറിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ വരുന്നില്ല, കാരണം ചരിത്രം അങ്ങനെയൊന്നും പറയുന്നില്ല. എന്താ പറയുക, ഒരുപാട് ഒരുപാട് ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് അദ്ദേഹം. ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. വീരശൈവ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു വിശ്വാസമുണ്ട്. അതിലത്തെ എന്താ പറയുക പ്രധാനപ്പെട്ട 5 ആചാര്യന്മാരിൽ ഒരാളായിരുന്നു ഈ പറയുന്ന സിദ്ധേശ്വരി. അതുപോലെ തന്നെ ഹിന്ദുമതത്തിലെ വീരശൈവ സമ്പ്രദായത്തിന് ഒരുപാട് സംഭാവന നൽകിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നേരത്തെ പറഞ്ഞ പോലെ കന്നഡ കവിയും കൂടിയാണ്. ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തി. 11:50 ദാദർ റെയിൽവേ സ്റ്റേഷൻ ഇതാ വണ്ടി എടുത്തു. ഇത് തിരക്കല്ല, ഇതാ കൊങ്കൺ കന്യൊക്കെ ഇനിയിപ്പോൾ ഇവിടെ വരാനുണ്ട്. തിരക്ക് കഴിഞ്ഞിട്ടേ ഇല്ല. എന്താല്ലേ ദാദർ വെസ്റ്റേൺ എല്ലാം വരുന്ന ഈ ഒരു ഭാഗത്തല്ലേ? അതിലൂടെ ഒരു ലോക്കൽ ട്രെയിൻ പോകുന്നതാ. അടുത്ത സ്റ്റോപ്പ് ഇനി താനെ. നവീൻ്റെ ഈ അപ്പറിൻ്റെ ഇവിടെയും വിരിച്ച് നവിയൊക്കെ സെറ്റായി. ഇത് ഞാൻ എൻ്റെ ഇവിടെയും വിരിച്ച് കമ്പിളി അടിയിൽ വിരിച്ച് ഒരു പുതപ്പ് വിരിച്ച് ഒരു പുതപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പില്ലോ ഉണ്ട്. ഇനി ഈ ഒരു ഇതൊക്കെ താക്കാം. ഓക്കെ, ഇത് ഇവിടെ കൊടുത്തിയാൽ മാത്രം മതി. സെറ്റ്. സമയം ഇപ്പം 12:06. ഇതൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാം. കണ്ടുമ്പ് കണ്ടൊരു സ്റ്റേഷൻ. സമയം ഇപ്പം ഏകദേശം 12:15. എന്നാൽ പിന്നെ ഇന്നിനിപ്പം ഞങ്ങൾ കിടന്നുറങ്ങാണ്. രാത്രിക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ലല്ലോ. ഇനിയിപ്പം എല്ലാവരും ഏകദേശം കിടന്നുറങ്ങുന്ന ഒരു സെറ്റപ്പായി. പിന്നെ നമ്മളും കൂടെ കിടന്നുറങ്ങിയേക്കാം. ഇനിയിപ്പോൾ നാളെ രാവിലെ എവിടെയാണ് ഒരു 6 മണി 6:15 ആകുമ്പോൾ എത്തുക. അവിടെ മുതൽ കാണാം. അപ്പം നമുക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:35. കുർദുവാടി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് 1 കിലോമീറ്റർ മുന്നെയാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. സിഗ്നൽ ആയതുകൊണ്ട് ഇവിടെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ഡിലേ ആണ്. നേരത്തെ വണ്ടി എന്താ പറയാ CST തലേദിവസം തന്നെ പുറപ്പെടാൻ 1 മണിക്കൂറോളം ലേറ്റ് ആയല്ലോ. പിന്നെ നമ്മുടെ വണ്ടി വരുന്നത് എന്താ പറയാ ഗാർഡ് സെക്ഷൻ വഴിയാണ്. പൂനെ നമ്മുടെ ബോർ ഗാർഡ് സെക്ഷൻ വഴിയാണ് വരുന്നത്. കുർഡുവാടി എത്താനേ ഇനിയിപ്പം നമ്മുടെ വണ്ടിക്കുള്ള എന്താ പറയാ സ്റ്റോപ്പ് സോളാപൂർ എത്തുന്നതിന് മുന്നുള്ള ഒരു സ്റ്റോപ്പ് കുർദുവാടി മാത്രമേ ഉള്ളൂ. ഈ കാഴ്ച നിങ്ങളൊന്ന് നോക്കിയേ. സീറോ വിസിബിലിറ്റി ആണ്, ഹെവി ഫോഗാണ്. ആ ഒരു ഭാഗത്തേക്ക് ക്ലിയർ അല്ല, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ക്ലിയർ അല്ല. എനിക്കൊന്ന് ലോക്കോ പൈലറ്റിനൊന്നും സിഗ്നലൊന്നും കാണുന്നില്ല. നോക്കി അത്രയും സീറോ എന്ന് പറഞ്ഞാൽ സീറോ വിസിബിലിറ്റി ചെയ്താ. ഈ തേർഡ് AC എക്കണോമിയിൽ ഒരു 2ാമത്തെ റോ ഇല്ലേ, ഇത് ഈ കാണുന്നത്, ഇതാണ് നമ്മുടേത്.
ഈ ഒരു ലൈറ്റ് ഓഫ് ആക്കിയിട്ടേ ഇല്ല. കാരണം അതിൻ്റെ സ്വിച്ച് കുറേ ഞങ്ങൾ നോക്കി, എവിടെയും കാണുന്നുമില്ല. ഇനി അറിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് വേറെ ഏതെങ്കിലും സ്വിച്ച് ഉണ്ടോ അറിയില്ല, അത് അറിഞ്ഞ് ഓഫാക്കാത്തയാണോ അറിയില്ല. അത് വെച്ചാല് മറ്റേ നമ്മുടെ ആ ഒരു 6 റോ ഇരിക്കുന്ന 6 ആൾക്കാർ ഇരിക്കുന്ന ആ ഒരു റോന്റെ ഭാഗത്ത് അതിന്റെ സ്വിച്ച് വരും മാക്സിമം നോക്കി. പിന്നെ എന്താ വെച്ചാല് അവിടെ ഇരിക്കുന്നവർ അത് ഓഫ് ആക്കുന്നില്ല, കാരണം ഓഫ് ആവും. ലൈറ്റ് ഒക്കെ സ്വിച്ച് ഒക്കെ ഉണ്ട്. അതൊരുമാതിരി ഒരു ഡിസ്കംഫർട്ട് പോലെ, കാരണം ഈ ലൈറ്റ് മാത്രമേ ഇവിടെ ടോട്ടൽ കത്തുന്നുള്ളൂ. നമ്മൾ യാത്ര ചെയ്യുമ്പോ നമ്മുടെ സഹയാത്രകൂടെ നല്ലതായിരിക്കണം, നല്ല യാത്ര എന്താ പറയാ, നല്ല സുഖകരമായിരിക്കും. ഇവിടെ നിന്ന് ഇതുവരെയും വണ്ടി എടുത്തിട്ടില്ല. ഇതിലൂടെ ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്, ഓൾറെഡി കേൾക്കുന്നുണ്ട്. ഇതിലൂടെ അല്ലേ, അതിലൂടെ ഇങ്ങോട്ട് പോകുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതിലൂടെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതിലൂടെ ഇങ്ങോട്ട് ഏതൊരു ലൈൻ ഉണ്ട് തോന്നുന്നു, അതങ്ങനെ പോകുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതിലൂടെ ഇപ്പം ഈ ട്രാക്കിലൂടെ അങ്ങനെ ഒരു വണ്ടി വരണമായിരുന്നു. ആ കോടയിലെ കൂടെ ലൈറ്റൊക്കെ ഇട്ട് വരുന്ന ഒരു ഇത് കാണാൻ വേറെ തന്നെ രസമാണ്. നേരത്തെ ഒരു ട്രെയിൻ പോകുന്ന ശബ്ദം കേട്ടില്ലേ, അത് ഇതിലൂടെ എങ്ങനെ പോയതാണ്. അവിടെ ഗ്രീൻ സിഗ്നലാണല്ലോ, അതൊരു ട്രെയിൻ വരുന്നുണ്ട്. ആ ഒരു ടൗണിന്റെ ഭാഗത്തേക്കൊന്നും ഒന്നും വിസിബിൾ അല്ല. അതാ ഈ സമയത്ത് ഈ ഒരു ഫോഗില് ഓടിക്കുന്ന ലോക്കോ പൈലറ്റിനെ സമ്മതിക്കണം, കാരണം ഈ സിഗ്നല് നോക്കണ്ടേ കൃത്യമായിട്ട്. ഇതങ്ങനെ കാണുകയും ചെയ്യില്ലല്ലോ അധികം. കുർദുവാടി എത്തി റെയിൽവേ സ്റ്റേഷൻ. മുംബൈ ഹുസൈൻ സാഗർ. ഇത് മറ്റേത് ഹൈദരാബാദ് എക്സ്പ്രസ്സാ. മുംബൈ ഹൈദരാബാദ്. സമയം 6:45 കുർദുവാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധേശ്വർ എക്സ്പ്രസ് അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. छत्रपति शिवाजी महाराज टर्मिनस मुंबई सोलापुर सिद्धेश्वर एक्सप्रेस फ्रॉम मुंबई छत्रपति शिवाजी टर्मिनस टू सोलापुर on platform number 3. നമ്മുടെ വണ്ടി ഇതാ വരുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോമിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് എസ്സിന്റെ കോച്ചിന്റെ ഇത് കണ്ട, കോച്ചിന്റെ ലഭ്യത കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ സെൻട്രൽ ഹൈവേന്റെ വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ സോളാപൂർ നമ്മുടെ എന്താ പറയുക, ഒരുപാട് ട്രെയിനുകൾ ഈ റൂട്ട് വഴി വരുന്നുണ്ട്. നമ്മുടെ കോയമ്പത്തൂര് LTT കുർള എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ ജയന്തി ജനത പൂനെന്ന് കന്യാകുമാരി പോകുന്ന ഇതൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് കൈ വറക്കുന്നുണ്ടാ? എന്റെ കൈ നല്ല വറക്കുന്നുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ കാണുമല്ലോ, സ്റ്റെബിലിറ്റി ഇല്ലോണ്ട് ഭയങ്കര ഇങ്ങനെ കിടന്ന് വറക്കുക. മറാത്തി അനൗൺസ്മെന്റ്. ഇനിയിപ്പം ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ലേ ഉള്ളൂ. 79 കിലോമീറ്റർ. ഇത് നമ്മുടേതാണ്. ഇത് ഞാൻ അതിന്റെ ആ ഒരു ബ്ലൈൻഡ് സ്റ്റാപ്പ് കണ്ട. രാത്രിക്ക് ഈ ലൈറ്റ് അടിച്ചിട്ട് പിന്നെ ഉറക്കം ഉണ്ടാവില്ല. അങ്ങനെ അതിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. അതായത് ഈ ഇങ്ങനെയുള്ള സമയത്ത്, അതായത് നല്ല തണുപ്പുള്ള സമയത്ത് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് റെക്കമെൻഡ് ചെയ്യുന്ന കോച്ച് വന്നത് AC-കളാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഫിക്സഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നോർമലി സ്ലീപ്പറിലാണെങ്കിൽ എന്താ പുറത്തേത്തെയും എല്ലാം കൊണ്ട് വളരെ ശോകമായിരിക്കും. അതെ. അപ്പം അത് സ്ലീപ്പറൊക്കെ എടുത്തു പോകണമെങ്കിൽ ചിലപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. അതെ. അത് അപ്പുറത്തെ പ്ലാറ്റ്ഫോം ആ ഒരു ഭാഗത്ത്. ഇത് രണ്ടും ഒന്നും ഇല്ലത് ഈ ഒരു ഭാഗത്തേക്കാ. ഞങ്ങളാ പുറത്തുനിന്നകത്ത് കയറി ഈ ഒരു ഇതില്ലേ, ഇതെങ്ങനെ ഇതാക്കേണ്ടത് വെച്ചാൽ ഇത് നേരെ താഴോട്ടൊന്ന് ജസ്റ്റ് ആക്കി ഇവിടെ കുർദുവാടി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്ത് ഇവിടെ 5 മിനിറ്റിൻ്റെ അടുത്ത് വണ്ടി നിന്ന്. ഈ ഒരു ഗ്ലാസ് ഒന്നും ക്ലിയർ ചെയ്യല്ല. അതാ കുർദുവാടി എന്നുള്ളൊരു ബോർഡ്. ഒരു വണ്ടി വരുന്നുണ്ട്, സോളാപൂർ ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ് വന്ദേ ഭാരത്.
ഇവിടെയൊക്കെ ഓരോരോ കൃഷിയാണ്. പിന്നെ ഇവിടെ ഇപ്പൊ നല്ല തണുപ്പാണ് പുറത്ത്. കാരണം ഇവിടെ ഈ കരിമ്പ് കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തണുപ്പാണ്. എല്ലായിടത്തും കൃഷിയാണ്. ഇതൊക്കെ ഓരോരോ കൃഷിയാ. എവിടെ സോളാപൂർ എത്താനായി. നേരത്തെ മനു പറഞ്ഞ പോലെ തന്നെ ഈ സോളാപൂരിൽ കൂടുതലായിട്ടുള്ളത് കരിമ്പ് കൃഷിയാണ് കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് പഞ്ചസാര ഫാക്ടറികളൊക്കെ ഉണ്ട് സോളാപൂരില്. ഇതൊക്കെയാണ് കരിമ്പുകള്. അവിടേക്ക് നല്ല രീതിയിലുണ്ട്. ഡയറക്റ്റ് സൂര്യൻ അവിടെയാ ഉള്ളത്. ഈ ഭാഗം മൊത്തം കരിമ്പായതാ. ഈ കാണുന്നത് മുഴുവനും കരിമ്പുകളാ. മുംബൈ CSMT റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 453 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങളിപ്പോൾ സോളാപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാവിലെ 6:45 എത്തേണ്ട ട്രെയിൻ ഇപ്പോൾ എത്തിയത് 8:30. അതായത് ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ വണ്ടി ഡിലേ ആണ്. സോളാപൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെയല്ല പ്ലാറ്റ്ഫോം വരുന്നത്, പക്ഷെ ഇവിടെ നെയിം ബോർഡുണ്ട് സോളാപൂർ. സോളാപൂർ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ വന്നിട്ടുള്ളത്. നമ്മൾ വന്ന സിദ്ധേശ്വർ എക്സ്പ്രസ് ഇവിടെ ഉണ്ട്. നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നേരെ പുറത്തോട്ട് പോവാം. സോളാപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഇപ്പോൾ നല്ല ക്രൗഡഡാണ്. ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. ആ ഭാഗത്തൊക്കെ മൊത്തം വണ്ടികളാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. ആ ഒരു കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് കുറച്ച് നടന്നിട്ടൊക്കെ പോകാം. കാരണം ഇവിടുന്ന് ആ ടൗണിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് നടക്കാം. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഇങ്ങനെ അവിടെ വലിയായിട്ട് സോളാപൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. ആ മേലെ മഹാരാഷ്ട്രയിലെ 11ാമത്തെ ജനസാന്ദ്രതയുള്ള വലിയൊരു നഗരമാണ് സോളാപൂര്. ഈ ബസ്സൊക്കെ പോകുന്നതാ. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ തിരക്കണ്ട. ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്തായിരിക്കില്ല, കുറച്ച് പോകാനുണ്ടാവും. ഇവിടെ ഒരു പഴയ ലോക്കോ ഒക്കെ ഉണ്ട്. ലോക്കോമോട്ടീവ്. ഈ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് നല്ലൊരു ദൂരം ഉണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് നേരെ നടന്ന് പോകാനാണ് പോകുന്നത്. ഇതൊക്കെ ഷെയർ വണ്ടിയാന്ന് തോന്നുന്നത്. ആ ഒരു മുന്നിലൊരു വണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇത് ഷെയർ വണ്ടിയാന്നാ തോന്നുന്നത്. ഓട്ടോകളൊക്കെ ഉണ്ട്. ഇവിടെ ഗാന്ധിജീൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഇതൊരു സർക്കിളാണ്. ഒരു സർക്കിളിൽ നിന്ന് നേരെയാണ് എല്ലാവരും പോകുന്നത്. അതേ ഭാഗത്ത് തന്നെ നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ ഇതൊരു ബസ് സ്റ്റോപ്പാന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ. വേറെ തന്നെ മെയിൻ ബസ് സ്റ്റാൻഡ് വേറെ തന്നെ ഉണ്ട് വലിയ സോളാപൂര്. ഇതിവിടെ റെയിൽവേൻ്റെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇത് MSRTC. നല്ല വഴി, 2-4 വരി പാത. സോളാപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 100-400 മീറ്റർ ഞങ്ങൾ നടന്നിട്ട് ഒരു നല്ല സ്ഥലം നോക്കി. അവിടെ നിന്നാണ് ഇപ്പം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ സോളാപൂരിലാണ് ബീഡിയുടെ ഒരു ഉൽപ്പാദനം ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ തുണിയായാലും പഞ്ചസാര, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പഞ്ചസാര. പറഞ്ഞ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഒരുപാട് വ്യവസായങ്ങളുണ്ട്. പഞ്ചസാര ഒരുപാട് കരിമ്പ് കൃഷി നമ്മൾ വരുന്ന വഴിക്ക് കണ്ടു. അപ്പോൾ ഒരുപാട് എന്താ പറയുക പഞ്ചസാര ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറികളുടെ കാര്യം പറയുമ്പോണ്ടല്ലോ, സോളാപൂര് മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക ഗുണമല്ല, ഏറ്റവും കൂടുതൽ വായു മലിനീകരണം മഹാരാഷ്ട്രയിലുള്ള ഒരു നഗരമാണ് ഈ പറഞ്ഞ സോളാപൂർ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ
നഗരം എന്ന് പറഞ്ഞാൽ മൊത്തം കൺജസ്റ്റഡ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഡീസൽ വാഹനങ്ങളുണ്ട്. അതിന്റെ പുക, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പഞ്ചസാര ഫാക്ടറികൾ നിർമ്മിക്കുന്ന ആ ഒരു നല്ല രീതിയിൽ അതൊക്കെ പോകാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഇവിടെ എന്താ പറയാ വായു മലിനീകരണം ഉണ്ടാവാൻ വേണ്ടി മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ഭാഗത്ത് തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അതെ, അവിടെ ഭയങ്കര റഷാണ്. അവിടുന്ന് ഒരു നല്ലൊരു സ്പോട്ട് നോക്കിയതാ ഈ ഒരു ഭാഗം നോക്കിയിട്ടാ വന്നത്. പിന്നെ ഇത് നല്ല അടിപൊളി റോഡാണ് ഇത്. പിന്നെ റോഡിന്റെ ഒന്നും കാര്യത്തിൽ പിന്നെ ഒന്നും പറയേ വേണ്ട. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കാണാനായിട്ട് വലിയ കാഴ്ചകളൊന്നും തന്നെ ഇല്ല. കുറച്ച് അകത്തേക്കാണ് എന്താ പറയാ മെയിൻ സിറ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്കാണ്. അപ്പൊ എന്താ പറയാ മുംബൈ CSMT റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങിയ യാത്ര ഇവിടെ സോളാപൂർ എത്തിയ സ്ഥിതിക്ക് സിദ്ധേശ്വര എക്സ്പ്രസിന്റെ യാത്ര എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു മറ്റു ബൈ.